ചാമ്പ്യൻസ് ട്രോഫി ഇംഗ്ലണ്ട് പുറത്ത് ത്രില്ലിംഗ് ജയവുമായി അഫ്ഗാൻ. ഇബ്രാഹിം സദ്രാന് റെക്കോർഡ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതുപോലെ ഇന്നലെ ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ടീം. അങ്ങനെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ശക്തരായ ഇംഗ്ലണ്ട് പുറത്ത്. അഫ്ഗാൻ്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാനോട് 8 റൺസിന് തോറ്റതോടെയാണ് ഇംഗ്ലണ്ട് പുറത്തായത്. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിങ്ങിനെത്തിയ അഫ്ഗാൻ 326 റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. 177 റൺസ് എടുത്ത ഇബ്രാഹിം സദ്രാനാണ് അഫ്ഗാൻ്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 49.5 ഓവറിൽ 317 റൺസിന് എല്ലാവരും പുറത്തായി. അസ്മത്തുള്ള ഒമർസായി അഫ്ഗാനായി 5 വിക്കറ്റ് നേടി. 120 റൺസ് നേടിയ ജോ റൂട്ടാണ് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകിയത്. അത്ര നല്ലതല്ലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ തുടക്കം. 30 റൺസിനിടെ ഫിലിപ്പ് സാൾട്ട് 12 റൺസ്, ജാമി സ്മിത്ത് 9 എന്നിവരുടെ വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് ബെൻ ഡക്കൻ 38, റൂട്ട് സഖ്യം 68 റൺസ് കൂട്ടിച്ചേർത്തു. ഡക്കറ്റിനെ പുറത്താക്കി റാഷിദ് ഖാനാണ് അഫ്ഗാന് ബ്രേക്ക് ത്രൂ നൽകിയത്. തുടർന്നെത്തിയ ഹാരി ബ്രൂക്ക് 25, ജോസ് ബട്ട്ലർ 38, ലിയാം ലിവിങ്സ്റ്റൺ 10 എന്നിവർക്ക് തിളങ്ങാൻ സാധിച്ചില്ല. ഇതിനിടെ ജോ റൂട്ടും മുടങ്ങി. ഇതോടെ 7ന് 287 എന്ന നിലയിലായി ഇംഗ്ലണ്ട്. 111 പന്തുകൾ നേരിട്ട് റൂട്ട് ഒരു 6ഉം 11 4ഉം നേടി. റൂട്ട് പുറത്തായ ശേഷം ജാമി ഓവർടോൺ 32, ജോഫ്ര ആർച്ചർ 14 സഖ്യം അഫ്ഗാന് പ്രതീക്ഷ നൽകി. എന്നാൽ ഇരുവരും 2 ഓവറുകൾക്കിടെ വീണു. ഇതോടെ 9ന് 313 എന്ന നിലയിലായി ഇംഗ്ലണ്ട്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 13 റൺസ്. ഒമർസായി എറിഞ്ഞ ആദ്യ പന്തിൽ 1 റൺ, രണ്ടാം പന്തിലും 1 റൺ, മൂന്നാം പന്തിലും ഇംഗ്ലണ്ട് 1 റൺ ഓടിയെടുത്തു. 4ാം പന്തിലും സിംഗിൾ. അവസാന 2 പന്തിൽ ജയിക്കാൻ വേണ്ട 9 റൺസ്. ആദിൽ റഷീദ് പുറത്തേക്ക്. അഫ്ഗാന് 8 റൺസ് ജയം. നേരത്തെ മോശം തുടക്കമായിരുന്നു അഫ്ഗാനിസ്ഥാന്. 37 റൺസിനിടെ അവർക്ക് 3 വിക്കറ്റ് നഷ്ടമായിരുന്നു. റഹ്മാനുള്ള ഗുർബാസ് 5ാം ഓവറിലെ ആദ്യ പന്തിൽ ബൗൾഡായി. ജോഫ്ര ആർച്ചർക്കായിരുന്നു വിക്കറ്റ്. തുടർന്ന് ക്രീസിലെത്തിയ സിദ്ദിഖുള്ള അദലിനും 4 തിളങ്ങാനായില്ല. ആർച്ചറുടെ തന്നെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. റഹ്മത്ത് ഷായെ 4 റൺസ് കൂടി പുറത്താക്കിയ ആർച്ചർ അഫ്ഗാനെ 3ന് 37 എന്ന നിലയിലേക്ക് തള്ളിവിട്ടു. പിന്നീട് ഹഷ്മത്തുള്ള ഷഹീദി 40 റൺസ്, സദ്രാൻ സഖ്യം 103 റൺസ് കൂട്ടിച്ചേർത്തു. ആദിൽ റഷീദാണ് ബ്രേക്ക് ത്രൂ നൽകിയത്. ഷഹീദിയെ ആദിൽ റഷീദ് ബൗൾഡാക്കുകയായിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയ അസ്മത്തുള്ള 41 റൺസ് സദ്രാന് മികച്ച പിന്തുണ നൽകി. 72 റൺസാണ് സദ്രാനൊപ്പം ചേർന്ന് അസ്മത്തുള്ള അടിച്ചെടുത്തത്. ജാമി ഓവർടോണാണ് ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ നൽകുന്നത്. അസ്മത്തുള്ള പുറത്ത്. പിന്നീട് ക്രീസിലെത്തിയ മുഹമ്മദ് നബിയും നിർണായക പ്രകടനം പുറത്തെടുത്തു. 24 പന്തിൽ 40 റൺസ് അടിച്ചെടുത്ത താരം സദ്രാനൊപ്പം വിലപ്പെട്ട 111 റൺസാണ് കൂട്ടിച്ചേർത്തത്. അവസാന ഓവറിൽ ഇരുവരും മടങ്ങി. ഗുൽബദിൻ നെയ്ബ് 1 റൺ, റാഷിദ് ഖാൻ 1 പുറത്താവാതെ നിന്നു. 146 പന്തിൽ 6 6ഉം 12 4ഉം ഉൾപ്പെടുന്നതായിരുന്നു സദ്രാൻ്റെ ഇന്നിങ്സ്. മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു റെക്കോർഡും സദ്രാൻ സ്വന്തമാക്കി. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് സദ്രാൻ്റെ പേരിലായത്. എന്തായാലും മികച്ച ഒരു മത്സരമാണ് ഇന്നലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്നത്. 2024 T20 വേൾഡ് കപ്പിൽ അവർ കരുത്തരായ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചു. ഇന്നലെ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ 8 റൺസിന് ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചിരിക്കും. സമീപകാലത്തായി വമ്പൻ ടീമുകളെല്ലാം അട്ടിമറിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെയും. ആകെ അവർ തോൽപ്പിക്കാത്ത ഒരേ ഒരു ടീം ഇപ്പോൾ ഇന്ത്യ മാത്രമാണ്. നന്ദി, നമസ്കാരം.